സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. അരൂക്കുറ്റി വടതല ഉപാസനിൽ മാതൃകയായി കർഷക ദമ്പതികൾ. പച്ചക്കറി കൃഷിയോടും ഫലവൃക്ഷങ്ങളോടും അതിയായ സ്നേഹവും ആത്മാർത്ഥതയും പുലർത്തുന്ന ദമ്പതികളാണ് അരൂക്കുറ്റി വടതല ഉപാസനിലെ അലി പനസിക്കലും ഭാര്യ ബുഷ്ര മാനാപ്പള്ളിയും. കിട്ടുന്ന സമയം മുഴുവൻ കൃഷിക്കായി മാറ്റിവെക്കുന്ന ഇവർ സ്വന്തം വീട്ടുമുറ്റത്തെ ഒരു ചെറിയ കൃഷിലോകമാക്കി മാറ്റിയിരിക്കുകയാണ്. ധാരാളം നെൽകൃഷി ഉണ്ടായിരുന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് ഇരുവരും വരുന്നത്. സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായാലും നെൽകൃഷി ഉപേക്ഷിക്കാതെ തുടർന്ന് ഇവർ കൃഷിയോടുള്ള ആത്മബന്ധം ജീവിതത്തിന്റെ ഭാഗമാക്കിയവരാണ്. കൃഷിക്കായി എത്ര പണം വേണമെങ്കിലും ചിലവിടാം എന്ന നിലപാടോടെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇതിൽ കണ്ടതാണ്, അതിൽ വായിച്ചതിന് കിട്ടിയ ഫിലിപ്പൈൻ പോലുള്ള കൊറിയ, ഫിലിപ്പൈൻ, ചൈന പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വേറെ മുകളിലേക്ക് വളർത്തൂല. അവർ ഒരു പരിധി കഴിയുമ്പോൾ അവർ അതിൻ്റെ കൊമ്പ് വളച്ചിട്ട് ഇതേപോലെ കെട്ടിക്കൊടുക്കും. അപ്പോൾ അതിൽ നിന്നും ചെറിയ ചെറിയ ഇത് ഉണ്ടാകുന്നുണ്ട്. ഇഷ്ടംപോലെ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് നിറച്ച് കായായിരിക്കുന്നതാണ് പറയുന്നത്. ഒരു പരിധി വീട്ടുമുറ്റത്ത് വിവിധ ഇനങ്ങളിലുള്ള പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും നട്ടു വളർത്തിയിട്ടുണ്ട്. കൂടാതെ നാട്ടിൽ അപൂർവമായി മാത്രം കാണുന്ന മുന്തിരി കൃഷിയും ഇവർ വിജയകരമായി നടത്തുന്നുണ്ട്. വിഷരഹിത പച്ചക്കറികൾ സ്വന്തമായി ഉപയോഗിക്കുന്നതിനോടൊപ്പം ബന്ധുക്കൾക്കും അയൽവാസികൾക്കും വിതരണം ചെയ്യുന്നതും വർഷങ്ങളായുള്ള പതിവാണ്. ഇന്നത്തെ കുട്ടികളും വിദ്യാർത്ഥികളും മൊബൈൽ ഫോണുകളും വിനോദങ്ങളിലുമാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നതെന്ന ആശങ്ക പങ്കുവയ്ക്കുന്ന ഇവർ വിദ്യാർത്ഥികൾക്ക് കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനായി അധ്യാപകരും വിദ്യാർത്ഥികളും എത്തി കൃഷിയെക്കുറിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ സ്വന്തം വീട്ടിൽ ഒരുക്കിയിരിക്കുകയാണ്. സ്വന്തം നെൽവയലിൽ ലക്ഷങ്ങൾ മുടക്കി കൃഷി ചെയ്യുന്ന അലി പച്ചക്കറികൾ നൽകിയും ഇവർ മാതൃകയാകുന്നു. വർഷങ്ങളോളം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്ന അലി ഇപ്പോൾ കൂടുതൽ സമയം കൃഷിക്കായി മാറ്റിവെക്കുമ്പോൾ കുടുംബകാര്യങ്ങൾ ബുഷ്രയാണ് ശ്രദ്ധിക്കുന്നത്. മക്കളുടെയും മരുമക്കളുടെയും പൂർണ്ണ പിന്തുണയും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. കൃഷിയോടൊപ്പം സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമായ ഈ കുടുംബം ക്ലീൻ അരൂക്കുറ്റി ഫൗണ്ടേഷൻ മുഖേന നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് കൃഷിപ്പാഠങ്ങൾ നൽകാൻ തയ്യാറാണെന്നും ബുഷ്ര അലി പറയുന്നു. താമസിക്കുമ്പോൾ ഇവരുമായിട്ട് ഞാൻ കുറേ സംസാരിക്കും, കുറച്ച് നേരം ഇവരെ വഴക്ക് പറയും, ഇല്ലെങ്കിൽ ഞാൻ വെട്ടിക്കളയും എന്ന് പറയും. അപ്പോൾ പിറ്റേ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും കായ്കൾ കൂടുതലുണ്ടാകും. ഇവരുമായിട്ട് നമ്മൾ എപ്പോഴും സംസാരിക്കണം, അതവർക്ക് നിർബന്ധമാണ്. എന്നാലേ അതിലൊരു നമുക്കൊരു ഇതുണ്ടാകുള്ളൂ, അവർക്കൊരു സന്തോഷം ഉണ്ടാകുള്ളൂ. പിന്നെ ഇങ്ങനെ ഉണ്ടായി കിടക്കണത് തന്നെ കാണാൻ നല്ല ഭംഗിയാണില്ല. മുളകിപ്പോൾ എന്ത് ചെയ്യുമെന്ന് തന്നെ എനിക്ക് തന്നെ ആലോചിക്കാൻ പറ്റണത്. ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ കാണുന്നത്. നമുക്ക് നമ്മുടെയൊക്കെ നാടുകളിൽ മുന്തിരി ഉണ്ടാവില്ല എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കുമുണ്ട്. പക്ഷേ തേനം, അതുപോലെ കമ്പം എന്ന പ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾ പോയി അവിടെ ഫോട്ടോ എടുക്കുന്നു, ഒരുപാട് ആൾക്കാർ സ്റ്റാറ്റസ് ഇടുന്നു. ഇതിനൊക്കെ വേണ്ടി അങ്ങോട്ടൊന്നും പോകണ്ട. ഉപാസനയിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും വലിയൊരു കൃഷിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷവും ഇവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. കൃഷിയിൽ ഒരുപാട് മുന്തിരി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ ഒരുപാട് ഫ്രൂട്ട്സ് മരങ്ങൾ നിൽപ്പുണ്ട്, വ്യത്യസ്തമായ രീതിയിലുള്ള ഫ്രൂട്ട്സ് മരങ്ങൾ. ആ ഫ്രൂട്ട്സൊക്കെ പഴുത്ത് കിടക്കുകയാണ്, ആരും കൊണ്ട്. അതുപോലെ മാവിൽ നിറച്ച് മാങ്ങയുണ്ട്, മാങ്ങയും ആരും കൊണ്ടുപോകുന്നില്ല. കാരണം അവിടെ ബുഷാത്തായോ അല്ലെങ്കിൽ അലീക്കായോ ഒരാൾക്കും പൈസ കൊടുത്ത് സാധനങ്ങൾ വിൽക്കുന്ന പരിപാടിയില്ല. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ കഴിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അവർക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ്, തൊട്ടടുത്തുള്ള സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് വന്ന് കാണാം. ഇപ്പോൾ ക്ലീൻ അരൂക്കുറ്റി ഫൗണ്ടേഷനും അതുപോലെ തന്നെ എറണാകുളം ജില്ലാ പരിസ്ഥിതി ക്ലബ്ബും ഗവൺമെൻറ്റിനോട് വർഷക്കാലമായി ഒരുപാട് വർഷമായിട്ട് ഞാൻ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമെന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ കൃഷിയിലേക്ക് കൊണ്ടുവരിക, കൃഷി പാഠം പഠിപ്പിക്കുക, ഒരു പാഠപുസ്തകം ഇതിനു വേണ്ടി ഇറക്കുക. ഇതാണ് ക്ലീൻ അരൂക്കുറ്റി ഫൗണ്ടേഷൻ വർഷക്കാലം ഒരുപാട് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വർഷമെങ്കിലും അധ്യാപകർ, വിദ്യാർത്ഥികൾ ഈ വീട് സന്ദർശിച്ചുകൊണ്ട്, ഈ വെക്കേഷനിൽ വീട് സന്ദർശിച്ചുകൊണ്ട് കൃഷിപാഠം പഠിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.